അലി റേസ തങ്സീരി എന്ന ഇറാന്റെ നേവൽ കമാൻഡറെയും അതോടൊപ്പം സീനിയർ ഓഫീസേഴ്സിനെയും കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. വധിച്ചു. അത് ഇസ്രായേലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇറാനേറ്റ ഒരു തിരിച്ചടിയാണെന്നുള്ളതാണ്. ഇറാന്റെ മുൻനിര നേതാക്കന്മാരെ ആയത്തുള്ള ഖമേനിയെ ഉൾപ്പെടെ കൊന്നുകളഞ്ഞു. രണ്ടാം നിര നേതാക്കന്മാരെ കൊന്നു. ഇനിയിപ്പോൾ മൂന്നാം നിര നേതാക്കന്മാരിലേക്കാണ് ഇവരുടെ ലക്ഷ്യം, ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നേവൽ കമാൻഡറെ വധിച്ചിരിക്കുന്നത്. അലി റേസ തങ്സീരി എന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കണമെന്ന ഇതിൻ്റെ ബുദ്ധി കേന്ദ്രമായിട്ട് നിന്നിരുന്ന ആളാണ് ഈ അലി റേസ തങ്സീരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും കൺസിഡർ ചെയ്യുന്നത് ടെററിസ്റ്റ് ആയിട്ടാണ്, ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടാണ് അതിനെ കാണുന്നത്. മാത്രമല്ല അവിടെ നേവൽ മൈനുകൾ കൊണ്ട് അടച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കപ്പലുകൾ അതിലൂടെ കടന്നു പോകാത്തത്. കപ്പൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഓണേഴ്സിനൊക്കെ എന്തുണ്ട്, കപ്പലിനെ കുറിച്ച് കൺസേൺ ഉണ്ട്. കപ്പൽ പോകുന്ന സമയത്ത് കപ്പൽ പൊട്ടി തകർന്നു കഴിഞ്ഞാൽ പണി തീർന്നു. മാഹം 3, മാഹം 7 എന്നൊക്കെ പറയുന്നതായ മൈനുകളുണ്ട്, നേവൽ മൈനുകളാണ്. അത് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അത് ഇറാന് മാത്രമേ അറിയാവുള്ളൂ എവിടെയാണ് ഇതൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ ഒരുപാട് നേവൽ മൈനുകൾ സ്ഥാപിക്കാനായിട്ട് ഇറാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. 44 മൈൻ ലെയേഴ്സിനെയാണ് അമേരിക്ക തകർത്ത് കളഞ്ഞത്. ഇറാന്റെ 130ഓളം നേവൽ വെസലുകളെയാണ് അമേരിക്ക ഇതിനോടകം തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ നേവി ഇല്ല, അതേപോലെ തന്നെ അവരുടെ എയർഫോഴ്സിനെയും അടിച്ചു തകർത്തു എന്നുള്ളതാണ്. ഇവരെന്തുകൊണ്ടാണ് അമേരിക്ക ആദ്യം തന്നെ ഇവരുടെ നേവൽ ഫോഴ്സിനെ ആക്രമിച്ചത്, അല്ലെങ്കിൽ ഇവരുടെ നേവിയെ ആക്രമിച്ച് ഇല്ലാതാക്കിയത്? അതിൻ്റെ ഒറ്റ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കാണ്. നേവി ശക്തമായിരുന്നു കഴിഞ്ഞാൽ ഈ ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള അവരുടെ നിയന്ത്രണം കൂടുതൽ ശക്തമാകും. ഈ മാഹം 3, മാഹം 7 എന്നൊക്കെ പറയുന്നത് വളരെ പ്രഹരശേഷിയുള്ളതായിരിക്കുന്ന മൈനുകളാണ്. ആന്റി ഷിപ്പ് മൈനുകളാണ്. ടാങ്കറിനെയൊക്കെ എന്ത് ചെയ്യാം, നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. ആ മൈനുകളെ കുറിച്ച് പറയുന്നത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മൈനുകൾ, സെൻസറുകളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നതായിരിക്കുന്ന മൈനുകളാണ്. ഈ മാഹം 3 പോലുള്ള മൈനുകളുടെ 3 മീറ്റർ പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഷിപ്പുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ ഡിറ്റക്ട് ചെയ്യാനും അതിനനുസരിച്ച് പൊട്ടിത്തെറിക്കുന്നതായിരിക്കുന്ന മൈനുകളാണ്. മാത്രമല്ല മൈൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നാണ്. അതിപ്പോൾ നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാലും അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അതിൻ്റെതായിരിക്കുന്ന പ്രത്യേക ഉപകരണങ്ങൾ വെച്ചിട്ട് മണ്ണിൽ കുഴിച്ച് വെച്ചിരിക്കുന്നത് പോലും കണ്ടെത്താൻ സാധിക്കുള്ളൂ. അതും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ് ഈ കടലിൻ്റെ സീ ബെഡിൽ സ്ഥാപിക്കുന്നതായിരിക്കുന്ന നേവൽ മൈനുകൾ. അത് ഈ എണ്ണ ടാങ്കറുകൾക്ക് ഉയർത്തുന്നതായ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളിയാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനോടകം തന്നെ ഇറാൻ പറഞ്ഞതനുസരിച്ച് കപ്പം കൊടുത്ത് അല്ലെങ്കിൽ ടോള് കൊടുത്തിട്ട് കടന്നുപോയതായിരിക്കുന്ന ടാങ്കറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇറാൻ പറയുന്നതായ ഒരു ആവശ്യമാണ്, ഇനി മുതലുള്ള നാളുകളിൽ ഈ ഹോർമൂസിലൂടെ കടന്നു പോകുന്നതായിരിക്കുന്ന കപ്പലുകൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, ടോൾ വാങ്ങിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വിഹിതം തരണം, എന്നാൽ മാത്രമേ ഞങ്ങൾ കടത്തിവിടുകയുള്ളൂ എന്നുള്ളത്. എല്ലാ രാജ്യങ്ങളും ഒരേപോലെ സമ്മതിക്കുന്നതായ കാര്യമാണ് ഇറാന് ന്യൂക്ലിയർ ബോംബില്ല എന്നുള്ള കാര്യം. എന്നാൽ അതിനേക്കാൾ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതായ, അതിനേക്കാൾ ഒരുപക്ഷെ ശക്തമായിരിക്കുന്നതായ ഒരു ആയുധം അവരുടെ കയ്യിലുണ്ട്. അതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് അവർ ഈ കളി മുഴുവൻ കളിക്കുന്നത്. എന്തുകൊണ്ട് അമേരിക്കയെ പോലൊരു ശക്തരായ രാജ്യത്തിന് കണ്ണും പൂട്ടി ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും അതുപോലെ തന്നെ ഇറാനിലെ ഖാർഗ് ഐലൻഡ് പോലുള്ള സ്ഥലങ്ങളുമാണ്. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിനുണ്ടാക്കുന്ന പ്രതിസന്ധി ഭയങ്കര പ്രതിസന്ധിയായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇറാൻ എന്ത് ചെയ്യുന്നത്, ഇന്ന് അമേരിക്കയോട് പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ്. മിസൈൽ ശേഖരങ്ങളെ ഞങ്ങൾ തകർത്തു എന്ന് ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും അവകാശപ്പെടുമ്പോൾ പോലും ഇസ്രയേലിലേക്കും അതുപോലെ അമേരിക്കൻ ബേസുകളിലേക്കും ഇറാനിൽ നിന്നും മിസൈലുകൾ പായുന്നു എന്ന് പറയുന്നത് അവരുടെ മിസൈൽ ശേഖരത്തിൻ്റെ വലിയ വ്യാപ്തിയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരെ ഒരു പരിധിവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇറാൻ ഈ യുദ്ധത്തിൽ ജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഈ യുദ്ധത്തിൽ ജയിച്ചില്ല. പക്ഷേ ഇറാന് ഒരു പരിധിവരെ അമേരിക്കയിൽ പ്രതിസന്ധിയിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അമേരിക്കയെ പോലെ ലോകശക്തിയായിരിക്കുന്ന ഒരു രാജ്യത്തെ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താൻ ഒരു നാളും ഇറാന് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം 1, 2 അല്ലെങ്കിൽ 2, 3 ആഴ്ചകളുടെ ഇടയിൽ യുദ്ധത്തെക്കുറിച്ച് ഇന്നയാൾ വിജയിച്ചു ഇന്നയാൾ വിജയിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലിശമാണെന്നുള്ളതാണ്. പല മാധ്യമങ്ങളും പല ആൾക്കാരും പറയുന്നത് ഇറാൻ ജയിച്ചു, ഇറാന്റെ മുമ്പിൽ അമേരിക്ക തോറ്റു, വിയറ്റ്നാമിൽ അമേരിക്ക തോറ്റതുപോലെ ഇറാന്റെ മുമ്പിൽ തോറ്റു എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് പറയാനായിട്ടുള്ള സമയം ആയിട്ടില്ല എന്നുള്ളതാണ് വാറിനെ നിരീക്ഷിക്കുന്നവരായിരിക്കുന്ന ആൾക്കാർ പറയുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക നൽകിയതായ 5 ദിവസത്തെ വെടിനിർത്തല. ആ വെടിനിർത്തൽ സമവായ ചർച്ചയിലേക്ക് വന്ന് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ച് രക്ഷപ്പെടാനാണ് ട്രംപ് നോക്കുന്നത് എന്നാണ് പറയുന്നത്. നേരാണ്, ട്രംപിന് ആ പ്രഷറുണ്ട്.
ഈ യുദ്ധം ഫർദറായിട്ട് പോയെങ്കിലേ, കുറെ എക്സ്ട്രീമായിട്ട് ഈ യുദ്ധം പോയെങ്കിൽ മാത്രമേ ഇറാനെ പരാജയപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന് ഇപ്പോൾ ട്രംപിന് ബോധ്യമായി എന്നുള്ളതാണ്. അതാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. കാരണം ഇറാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കേപ്പബിലിറ്റി ഉള്ള രാജ്യമാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. വളരെ ചെലവ് കുറഞ്ഞതായിരിക്കുന്ന മിസൈലുകൾ അമേരിക്കൻ ബേസിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിലേക്കും പറത്തിവിടുകയാണ്. ഈ ചീപ്പായിട്ടുള്ള ഈ മിസൈലുകളെ തകർക്കാൻ ഉപയോഗിക്കുന്നതായ ഇന്റർസെപ്റ്ററുകൾക്ക് വളരെ കോസ്റ്റ് ആണെന്നുള്ളതാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇന്റർസെപ്റ്റേഴ്സ് ആണ് ചെന്ന് തകർക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരം തീരുന്നതിന് മുൻപായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്റർസെപ്റ്ററുകളുടെ ശേഖരം തീരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ്. അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക എന്നുള്ള ആപ്തവാക്യം മുൻനിർത്തി ജയിച്ചു വന്നതായിരിക്കുന്ന ആളാണ് ട്രംപ്. ആ ട്രംപിലൂടെ അമേരിക്കയ്ക്ക് ഒരു വലിയ സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു സാമ്പത്തിക ക്രൈസിസ് വരത്തക്കവണ്ണം ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതൊരിക്കലും ട്രംപ് ആഗ്രഹിക്കാത്തതായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇത് നിർത്തിയാൽ കൊള്ളാം എന്നുള്ളതും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം ഇന്നിപ്പോൾ ഇറാൻ മുതലെടുക്കുകയാണെന്നുള്ളതാണ്. 1987-88 കാലഘട്ടത്തിലെ ഇറാൻ ഇറാഖ് വാറിലെ കുവൈറ്റ് എണ്ണ ടാങ്കറുകൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിയത് അമേരിക്കയാണെന്നുള്ളതാണ്. ആ ഓപ്പറേഷനെ ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ എന്നുള്ള നിലയിലാണ്. കോൺവോയ് ആയിട്ട് എണ്ണ ടാങ്കറുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതായിരിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല, മൈനുകളെ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ചു പോകുന്നതായിരിക്കുന്ന രീതി അത് അമേരിക്കയെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അത് ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. അന്നത്തെക്കാളും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മൈനുകളാണ് ഇന്ന് ഈ സീ ബെഡിൽ വിതറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഇറാനിലെ അധികാരികളെ നിലനിർത്തിക്കൊണ്ട് ഒരു ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം യഥാർത്ഥത്തിൽ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഇറാൻ മുന്നോട്ട് വെക്കാൻ പോകുന്നതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടോള് പിരിക്കുവാൻ, സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ ടോള് പിരിക്കുവാനായിട്ടുള്ള അവകാശം പെർമനൻ്റ് ആയിട്ട് വേണമെന്നുള്ളതായിരിക്കും. ഇതിനോടകം അവർ ടാങ്കറുകൾക്ക് ടോള് പിരിച്ചു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ യുദ്ധം കഴിഞ്ഞാലും ഇതൊരു സമവായ ചർച്ചയിലേക്ക് വന്നാലും ഈ ടോൾ പിരിവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനി സംഭവിച്ചതായിരിക്കുന്ന ഈ നഷ്ടങ്ങൾക്ക്, ആ നഷ്ടങ്ങളെ നികത്താനായിട്ടുള്ള ഒരു ചെറിയ വടിയായിട്ട് അതിനെ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട.